വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു അടിപൊളി വാഴച്ചുണ്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. അതിനാവശ്യമായ ചേരുവകൾ: വാഴച്ചുണ്ട്, കിഴങ്ങ്, ബ്രെഡ് പൊടി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, സബോള, 2 മുട്ട. നമുക്കിനി കിഴങ്ങ് പുഴുങ്ങിയെടുക്കാം. ചുണ്ടെന്ന് അരിഞ്ഞുകൊണ്ടും വരാം. വാഴച്ചുണ്ട് അരിഞ്ഞതും കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതും റെഡിയായേ. നമുക്കിനി ഉണ്ടാക്കാം. കൈ അടുപ്പത്ത് വെച്ച ശേഷം അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പം ഇത് വഴറ്റാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. ഉണ്ടാക്കാനായിട്ട് സൺഫ്ലവർ ഓയിൽ. അതിൻ്റെ അകത്തോട്ട് സബോള ഇടാം. ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സബോള ഇടണം. ഇളക്കണം നല്ലപോലെ. ഒത്തിരി തീ കൊടുക്കണ്ടേ. ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആവണം എല്ലാം കൂടെ. അല്ല, സവോള മാത്രമല്ല. അതിൻ്റെ അകത്തോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞാണേ. ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിൻ്റെ അകത്തോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചെറുതായിട്ട് അരിയണം കേട്ടോ, കട്ട്ലേറ്റിനായതുകൊണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴന്ന് വരണേ. നല്ലപോലെ വഴന്ന് വരണം. അതവിടെ കിടന്ന് നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഒരുമാതിരി നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഇനി തീ നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി നല്ലപോലെ ഇട്ട് ഇളക്കണേ. നല്ലപോലെ ഇട്ട് ഇളക്കണം. നല്ലപോലെ അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് മല്ലിപ്പൊടി ഇടാം. അപ്പോൾ ഒരുമാതിരി നല്ലപോലെ മൂത്തേ. അതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയൊന്നും ഒത്തിരി ഇടണ്ട. മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും മുമ്പേ നിൽക്കണ്ട. എന്നാലും ഇച്ചിരി മല്ലിപ്പൊടി വേണം. നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുള്ളൂ, കാരണം പച്ചമുളക് ഉണ്ടല്ലോ, അത് കാരണം. പിന്നെ അതൊന്ന് മൂത്ത് വരുമ്പോൾ മസാലപ്പൊടി ഇപ്പം ഇടത്തില്ല കേട്ടോ. അതിൻ്റെ പകുതി ആകുമ്പോഴേ ഞാൻ ഇടുകയുള്ളൂ. അതിൻ്റെ ആ ടേസ്റ്റ് നമ്മളുണ്ടാക്കുന്ന മസാലപ്പൊടി തന്നെയാണ്. ഇനി ചുണ്ടരിഞ്ഞ് അതിൻ്റെ ഒത്തിട്ടിടാം. അത് അവിടെ കിടന്നൊന്ന് നല്ലതുപോലെ വെന്ത് വരണം. അവിടെ കിടന്ന് നല്ലപോലെ വെന്ത് വരണം. നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടില്ലായിരുന്നേ, ഇട്ട് കൊടുക്കാം. ഇനി അതവിടെ കിടന്ന് നല്ലപോലെ ഒന്ന് വെന്ത് വരാം. ഒരുമാതിരി അത് വെന്ത് വന്നിട്ടുണ്ടേ കേട്ടോ. വെന്തെല്ലാം പാകമായിട്ട് വന്നിട്ടുണ്ട്. വഴന്ന് നമുക്ക് അതിൻ്റെ അകത്തോട്ട് കിഴങ്ങിട്ട് കൊടുക്കാം. കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചെടുക്കാം. നല്ലപോലെ അതൊന്ന് അമ്മക്ക് യോജിപ്പിച്ച് കൊടുക്കണേ. ഈ കട്ട്ലേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ചിക്കനും ബീഫും ഒക്കെ തോറ്റു പോവേ. പറയത്തില്ല ഇത് വെജ് കട്ട്ലേറ്റാണ്. വെജ് കട്ട്ലേറ്റാണെന്ന് പറയത്തേ ഇല്ല കേട്ടോ. ഇതുണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുമാണ്. കഴിച്ചിട്ടൊക്കെ നല്ലതല്ലേ. ഉണ്ടാക്കി നോക്കും. അതിൻ്റെ അകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതുണ്ടാക്കി ഒന്ന് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് അതിൻ്റെ അകത്തോട്ടേ ഇനി മസാല ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മസാല മതി കേട്ടോ. ഇത്തിരി മസാല വേണ്ട. ഇതിപ്പോൾ ആയിട്ടുണ്ടേ.
ഞാൻ ഇത് ഒന്ന് എടുത്ത് ചൂടാറി കഴിയുമ്പോൾ ഒന്ന് എടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കട്ട്ലേറ്റിന്. ഒന്ന് ഷേപ്പാക്കിക്കൊണ്ട് വരാം, ഏതെങ്കിലും ഒരു ഷേപ്പിലാക്കിക്കൊണ്ട് വരാം. അതൊക്കെ എനിക്ക് കാണിക്കണമെന്നുണ്ട്. ദയവായി എല്ലാവരും എന്നോട് ക്ഷമിക്കണേ. ഞാൻ തന്നെ ഈ വീഡിയോസ് എടുക്കുന്നതുകൊണ്ടേ എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ലല്ലോ. വീഡിയോ എടുക്കുകയും വേണം, ഇതുണ്ടാക്കുകയും വേണം. ഇതപ്പോൾ ഒരു ഷേപ്പാക്കിക്കൊണ്ട് വരാവേ കേട്ടോ. നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. എനിക്ക് പറ്റുന്ന ഷേപ്പിലൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിൻ്റെ അകത്തോട്ട് എണ്ണ ഒഴിക്കുക. ഇത് സൺഫ്ലവർ ഓയിലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ഒഴിക്കാം. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്ത് വേണേലും നിങ്ങൾക്ക് ഒഴിക്കാവേ. ഇനി അത് ചൂടാവട്ടെ. ഇതിൻ്റെ പൊടിയിലും മുട്ടയിലും ഒക്കെ അത് മുക്കി മുക്കി എടുത്ത് വെക്കാം. എണ്ണ ചൂടായെന്ന് തോന്നുന്നേ. നമുക്ക് ഈ ഇങ്ങനെ മുക്കി വെച്ചിരിക്കുന്ന ഇത് ഇതിൻ്റെ അകത്തോട്ടിടാം. കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് ഇതിൻ്റെ അകത്തോട്ടിടാവേ. തീ കുറച്ച് വെക്കണേ, നല്ല കരിഞ്ഞു പോവും പെട്ടെന്ന്. വലിയ വേവൊന്നും ഇല്ലല്ലോ, ഓൾറെഡി ഇത് വെന്തതല്ലേ. ജസ്റ്റ് ഒന്ന് തീ കുറച്ച് വെച്ച് ഇതാ, പെട്ടെന്നാക്കി എടുക്കണ്ട, കരിഞ്ഞു പോകും ഇത്. ഒരു ഇത് ഇവിടെ കിടന്നൊന്നാവട്ടെ, എന്നിട്ട് നമുക്ക് മറിച്ചിടാം. ദിവസം എന്തെന്ന് തോന്നുന്നു, നമുക്ക് ഓരോന്നോരോന്നായിട്ട് മറിച്ചിടാം. വെന്ത് വരട്ടെ. വെന്ത് കഴിഞ്ഞാൽ പോരാ. വാഴച്ചുണ്ട് കട്ട്ലേറ്റ് റെഡി.